ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. മക്കൾക്ക് എല്ലാവർക്കും ഇപ്പോഴുള്ള ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് ബാക്കിയുള്ള ആരെക്കാളും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഉമ്മയ്ക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഉണ്ടാവുന്ന ടെൻഷനേക്കാളും കൂടുതൽ ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കും. വീട്ടുകാരുടെ ഒക്കെ ടെൻഷൻ എന്ന് പറയുന്നത് എൻ്റെ മോൾക്ക് എൻ്റെ മോൻക്ക് ഫുൾ A+ കിട്ടുമോ ഇല്ലയോ എന്നുള്ള. 10ാം ക്ലാസ്സിലേക്ക് നമ്മൾ കയറിയിട്ടേ ഉള്ളൂ, പക്ഷെ അപ്പോഴേക്ക് അവരുടെ ടെൻഷൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കൊല്ലം എങ്ങനെയെങ്കിലും എൻ്റെ മക്കൾക്ക് ഫുൾ A+ കിട്ടണം എന്നുള്ളത്. അതിനുവേണ്ടി എന്താണോ അവർ ചെയ്തു തരേണ്ട ആ കാര്യങ്ങളെല്ലാം ചെയ്യാൻ അവർ റെഡിയാണ്. പക്ഷേ ഈ സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ടെൻഷൻ മറ്റാർക്കും അറിയില്ല. കാരണം പുതിയ ടെക്സ്റ്റ് ബുക്കിലേക്കാണ് നിങ്ങൾ കയറുന്നത്. ആ പുതിയ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും പറയുന്നു അത് ഭയങ്കര ടഫാണ്, അതിൽ ഒരുപാട് കോണ്ടന്റുകൾ കൂടിയിട്ടുണ്ട്. എന്ത് ചെയ്യുന്നൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് ആലോചിക്കുന്നുണ്ടായിരിക്കും. അപ്പോഴേ മക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ആദ്യം മുതലേ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അല്ല ഏറ്റവും അവസാനത്തേക്ക് വെക്കുന്ന 9ാം ക്ലാസ്സൊക്കെ നിങ്ങൾ ഏറ്റവും അവസാനം പഠിക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അതെന്തായാലും 10ാം ക്ലാസ് നടക്കുന്നതല്ല. വീട്ടുകാരോട് അല്ലെങ്കിൽ അയൽവാസികളോട് കുടുംബക്കാരോട് നമുക്ക് പറയാൻ പറ്റുമോ, എനിക്ക് A+ കിട്ടാത്ത ഒന്നുകൊണ്ടല്ല, പുതിയ ടെക്സ്റ്റ് ബുക്ക് ഭയങ്കര ടഫായിരുന്നു എന്ന് പറഞ്ഞാൽ വീട്ടുകാർ പറയും കഴിഞ്ഞ കൊല്ലത്തെ കുട്ടി എഴുതിയത് 10ാം ക്ലാസ് അല്ലേ, അവർക്ക് 10ാം ക്ലാസ് അല്ലേ SSLC അല്ലേ എന്ന് മാത്രമേ അവർക്കറിയുള്ളൂ. അവർക്കൊരിക്കലും എന്തറിയാൻ സാധ്യതയില്ല. പുതിയ ടെക്സ്റ്റ് ആണ് എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ട് അവരെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യമൊന്നും നമുക്കുണ്ടാവില്ല. സോ അതുകൊണ്ട് മക്കളെ, ആദ്യം മുതലേ നിങ്ങൾ പഠിച്ചു തുടങ്ങണം എന്നുള്ളതാണ് എനിക്ക് ഒന്നാമതായിട്ട് നിങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യവും നിങ്ങളുടെ നോട്ടുകൾ പെർഫെക്റ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ സ്കൂളിൽ ഈ അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് കിട്ടുന്നുണ്ടോ, ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടും. അത് എല്ലാ സബ്ജക്റ്റുകളുടെ ടെക്സ്റ്റ് ബുക്ക് മേ ബി കിട്ടിക്കൊള്ളുന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യും, വളരെ കുറച്ച് സബ്ജക്റ്റുകളുടെ ടെക്സ്റ്റ് ബുക്ക് കിട്ടും. ആ ടെക്സ്റ്റ് ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, അറേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് എല്ലാത്തിനുമുള്ള നോട്ട് ബുക്കുകൾ നിങ്ങൾ വാങ്ങി വെക്കുക. ആ നോട്ട് ബുക്ക് ഒരിക്കലും സാമ്പാർ നോട്ട് ബുക്ക് ആക്കി മാറ്റാതിരിക്കുക എന്നുള്ളതാണ്. സാമ്പാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് 10ാം ക്ലാസ് പഠിക്കുന്ന മക്കൾക്ക് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരേ പുസ്തകത്തിൽ തന്നെ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്സ് എല്ലാ സബ്ജക്റ്റും കൂടെ വരുന്ന ഒരു നോട്ട് ബുക്ക് ആക്കിയിട്ട് ആദ്യത്തിൽ മാറൂല, പകുതി എത്തുന്ന സമയത്താണ് മാറുക. ആ ഒരു മാറ്റം വരാതിരിക്കുക. ഓരോ സബ്ജക്റ്റുകൾക്കും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോട്ട് ബുക്കുകൾ ഉണ്ടായിരിക്കുക. ഒരു സബ്ജക്റ്റിൻ്റെ നോട്ടിൽ അത് മാത്രം എഴുതാനുള്ള ഒരു മര്യാദ മക്കൾ എന്ത് ചെയ്യുക, കാണിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മക്കൾ ആലോചിക്കേണ്ടത്, നിങ്ങൾക്ക് അഥവാ മോട്ടിവേഷൻ കുറയുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിക്കുന്നത് ഇനിയിപ്പോൾ പഠിക്കണം, 2 ദിവസം കഴിഞ്ഞിട്ട് പഠിച്ചാൽ പോരെ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം മനസ്സിലാലോചിച്ച് നോക്കുക, നിങ്ങളുടെ റിസൾട്ട് വരുന്ന ദിവസം എങ്ങനെ ഉണ്ടാകുമെന്നുള്ള ആ ഒരു കാര്യം മാത്രം. റിസൾട്ട് വരുന്ന ദിവസം നിങ്ങൾ ഹാപ്പി ആവണം, കുടുംബക്കാരുടെ മുമ്പിൽ ഹാപ്പി ആയിട്ട് നിൽക്കണം, വാട്സാപ്പ് സമാധാനത്തോടെ തുറന്നു നോക്കണം, ഇൻസ്റ്റഗ്രാം സമാധാനത്തോടെ തുറന്നു നോക്കണം, നാട്ടിലേക്ക് അങ്ങാടിയിലേക്ക് സമാധാനത്തോടെ ഇറങ്ങണോ, ഗ്രൗണ്ടിനെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് സന്തോഷത്തോടു കൂടെ പോകാൻ പറ്റണോ. അതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണ്ടി വരും, A+ വേണ്ടി വരും. ഫുൾ A+ ആണെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നിങ്ങൾ സന്തോഷത്തോടെ തുറന്നു നോക്കും. കാരണം വാട്സാപ്പിൽ എല്ലാവരുടെയും ചോദ്യം ഉണ്ടായിരിക്കും റിസൾട്ട് വരുന്ന ദിവസത്തിൽ എത്ര A+ ആണെന്നുള്ളത്. നിങ്ങൾക്ക് സന്തോഷത്തോടെ മറുപടി പറയാം, എനിക്ക് ഫുൾ A+ ആണെന്നുള്ളത്. ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടാം ഫുൾ A+ ആണെന്നുള്ളത്. ഇതൊക്കെയാണല്ലോ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. ഗ്രൗണ്ടിലേക്ക് അങ്ങാടിയിലേക്ക് ഇറങ്ങുന്ന ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സന്തോഷത്തോടെ ഇറങ്ങി എന്ന് എന്ത് ചെയ്യാം, ഒന്ന് ഉഷാറായിട്ട് ഇങ്ങനെ നടന്നു നോക്കാം. എന്താണ് ആളുകൾ ചോദിക്കട്ടെ എന്നോട് എത്ര A+ ആണെന്നുള്ളത്, ഫുൾ A+ ആണെന്നുള്ളത്. അഥവാ ആ റിസൾട്ട് എങ്ങാനും ഇല്ല എങ്കിൽ നിങ്ങളുടെ ആ സന്തോഷങ്ങളെല്ലാം തന്നെ അവിടെ ഇല്ലാതാവുന്നതാണ്. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന നിങ്ങളുടെ ഇത്ര കാലം സ്നേഹിച്ചതിനുള്ള ഒരു റിപ്ലൈ ആയിട്ട്, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും അധ്വാനിച്ചുകൊണ്ട് പണം കൊണ്ടുപോയിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത്. നിങ്ങളിൽ അവർക്കൊരു അഭിമാനം ക്രിയേറ്റ് ചെയ്യാനുള്ള സഹായിക്കുന്ന കാര്യമാണ്. സോ അതുകൊണ്ട് ആ ദിവസത്തെ ഓർത്താൽ മാത്രം മതി. മോട്ടിവേഷൻ വല്ലപ്പോഴും കുറയുകയാണെന്നുണ്ടെങ്കിൽ പഠിക്കണോ, നാളെ പഠിച്ചാൽ പോരെ എന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഉണർത്തുകയാണ്. ഇങ്ങനെ നിങ്ങൾ പഠിക്കാൻ ഏറ്റവും നല്ല അവസരമാണ് നമ്മുടെ അസ്ത്ര ബാച്ച് എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അസ്ത്ര ബാച്ചിൻ്റെ ഏറ്റവും പ്രത്യേകതകൾ എന്താണെന്നുള്ളത്. ഇവിടെ കൃത്യമായ പരീക്ഷകൾ നടക്കുന്നുണ്ടായിരിക്കും, സീരീസ് എക്സാമിനേഷനുകൾ ഉണ്ടായിരിക്കും, PYQ ക്വസ്റ്റ്യനുകൾ നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ലൈവ് സെഷനുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ. അങ്ങനെ എല്ലാം കൊണ്ടും നിറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ അസ്ത്ര ബാച്ച് എന്ന് പറയുന്നത്. അസ്ത്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാത്ത മക്കളെല്ലാം താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് വേഗം ജോയിൻ ചെയ്തോ. കാരണം നമ്മുടെ ബാച്ചൊക്കെ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ ക്ലാസ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ മക്കളെ, മറന്നു പോകേണ്ട, അസ്ത്ര ബാച്ചിലേക്ക് അങ്ങോട്ട് പോരടാ, നമ്മൾ അവിടെ അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ട് ഒരുമിച്ച് പഠിക്കടാ.